മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് തൻ്റെ പപ്പയുടെ രീതികളൊക്കെ കണ്ടിട്ട് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. സങ്കടമാണോ എന്താണ് വരുന്നത് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാകുന്നില്ല. ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം കിട്ടാത്ത അവസ്ഥ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി, പക്ഷെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ബാലചന്ദ്രൻ്റെ ഓർമ്മ മനസ്സിലോട്ട് വരുന്നത്. എന്നിട്ട് എൻ്റെ അച്ഛൻ എന്ത് സിമ്പിളായിരുന്നു, എൻ്റെ അച്ഛൻ എന്ത് നല്ലതായിരുന്നു. ഇവിടെ വന്നപ്പോഴുള്ള പപ്പയെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ എത്രയോ നല്ല ആളാണ്, പാവമാണ്, എൻ്റെ അച്ഛനെ വിട്ടിട്ട് പോരേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അലീനയുടെ മനസ്സിലോട്ട്. എന്നിട്ട് അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അച്ഛനെ വിളിക്കുകയാണ്. ബാലചന്ദ്രൻ ഫോണെടുത്തിട്ട്, എന്താ മോളെ ഈ സമയത്ത്, നീ എന്താ ഉറങ്ങിയില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അങ്ങ് പൊട്ടിക്കരയുകയാണ്. അച്ഛ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയല്ലോ അച്ഛ, എനിക്കിവിടെ നിൽക്കണ്ട അച്ഛ, എന്നെ കൊണ്ടുപോകാൻ വരുമോ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് എന്താ മോളെ പറ്റിയത്, അയാൾ നിന്നെ ഉപദ്രവിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ ഇവിടുത്തെ രീതികളൊന്നും എനിക്ക് പറ്റുന്നില്ല. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. പ്ലേറ്റിൽ സ്പൂണ് തട്ടരുത്, കൈകൊണ്ട് കഴിക്കരുത്, ഫോർക്ക് ഉപയോഗിച്ച് ഈ കയ്യിൽ പിടിക്കണം, ആ കയ്യിൽ പിടിക്കണം, താഴെ വീണ കഷ്ണം എടുക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ നിബന്ധനകളാണ്. ഇവിടുത്തെ രീതികൾ പഠിച്ചെടുക്കാൻ തന്നെ 1 മാസം എടുക്കും. പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അച്ഛ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ശരി, നിനക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീയല്ലേ ഓടിപ്പോവാൻ ശ്രമം നടത്തിയത്, വൈജിയെ തുരത്താം, നമുക്ക് ഒന്നിച്ച് നേരിടാം എന്നൊക്കെ പറഞ്ഞിട്ടും നീയല്ലേ നിൽക്കാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാനൊക്കെ തോന്നുവാണ് അച്ഛ. ഏതായാലും കുഴപ്പമില്ല, ഞാനിനി അച്ഛനെ സങ്കടപ്പെടുത്തുന്നില്ല, എന്തായാലും ഇതിനേക്കാളും വലിയതൊക്കെ തരണം ചെയ്ത് എത്തിയിട്ടുള്ളവളാണല്ലോ ഈ അലീന, അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുകയാണ്. അത് ശരി, ഇത് രണ്ടും പറയുക നീ തന്നെയല്ലേ, പോരണം എന്നും പറയുന്നു, അവിടെ നിൽക്കണം എന്നും പറയുന്നു, ഇതെന്താണ് കഥ, അല്ല മൊത്തത്തിൽ എന്താ അവസ്ഥ, വീടും അന്തരീക്ഷമൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ ശ്വാസം മുട്ടുന്ന പോലെ, എനിക്ക് നമ്മുടെ പഴയ വീട്, അവിടുത്തെ അന്തരീക്ഷം അതാണ് ഇഷ്ടം, ഇവിടെ എന്തോരം വലിയ വീടാണ്, വലിയ പ്രേതാലയം പോലെയാണ് നിൽക്കുന്നത്, കുറേ നായ്ക്കളുണ്ട്, അവറ്റകൾ പാവങ്ങളാണ്, അവറ്റകൾക്ക് മാത്രമേ ഇവിടെ സ്നേഹിക്കാൻ അറിയത്തുള്ളൂ എന്നാണ് തോന്നുന്നത്, ബാക്കി എൻ്റെ പപ്പ എന്ന് പറയുന്ന ആളൊക്കെ കണക്കാം, മസിലും പിടിച്ച ഒരൊറ്റ നിർത്താണ്, വലിയ ആളാണെന്ന വിചാരം. ഈ അലീനയുടെ അടുത്ത് അധികകാലം ഒന്നും അത് നടക്കത്തില്ല, എൻ്റെ സ്വഭാവം അച്ഛനറിയാലോ, അയാളെയും ഞാൻ തിരുത്തിയെടുക്കും, അങ്ങനെ അയാൾ മസിലും പിടിച്ച് നടക്കണ്ട. എൻ്റെ പപ്പയൊക്കെ കാര്യം ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും വില പോവില്ല അച്ഛ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ചിരിക്കുകയാണ്. എനിക്കറിയാമല്ലോ, നീ സ്റ്റാൻലി ജോസഫിനെയും അല്ല അതിൻ്റെ അപ്പുറത്തെ ആളുകളെയും ഒക്കെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കുന്നുള്ളത്, എൻ്റെ മക്കളെ എനിക്ക് മാറ്റിയെടുത്ത് തന്ന ആളല്ലേ നീ, അതുകൊണ്ട് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയില്ല, എല്ലാവരെയും നീ നേരിട്ടിട്ട് നല്ല രീതിയിലാക്കി എടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം മുരടനായിട്ടുള്ള സ്റ്റാൻലി ജോസഫിനെ ഇനി എന്നെക്കാളും നല്ലൊരു പപ്പയാക്കിയിട്ട് എടുക്കുമെന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ അച്ഛനെ കാണുമ്പോൾ, ഓ ഇതിനേക്കാളും നല്ല പപ്പയാണ് എൻ്റെ പപ്പ എന്നൊക്കെ പറയുമായിരിക്കുമല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എത്ര നല്ല ആൾ വന്നാലും എൻ്റെ അച്ഛനേക്കാളും വലിയ ആളാവില്ല അവർ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ മോള് കിടന്നുറങ്ങിക്കോ, ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നില്ലേ, എന്തായാലും നല്ല കുട്ടിയായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടവും നമ്മുടെ അലീനയ്ക്ക് സന്തോഷം തോന്നുകയാണ്. ഈ അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ, ഇവിടുത്തെ ഈ പപ്പയെ കാണുമ്പോൾ എനിക്ക് വലിച്ചു കീറാനാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ നീ മാറ്റി പറയും, അയാളെ നീ മാറ്റി എടുക്കുമോളെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അലീന കിടന്നുറങ്ങാൻ പോവുകയാണ്.